19 അധ്യായം ശ്വസനത്തിന്റെ സമയതാളം. പടിഞ്ഞാറിന്റെ പാത നമ്മുടെ ഉള്ളിലും പുറത്തും കടന്നുപോകുന്ന സമയം സ്വാഭാവികമായും ഒരു താളം സൃഷ്ടിക്കുന്നു. നമ്മുടെ പൂർവികർ ആ താളത്തിന്റെ വാക്ക് കണ്ടെത്തി. അത് ശ്വാസം തന്നെ ജപിക്കുന്ന ഒരു മന്ത്രമായി ഹംസഹ സോഹം സോഹം ഹംസഹ. നമ്മൾ അല്പം പരിശീലിച്ചാൽ എല്ലാവർക്കും സ്വന്തം ശ്വാസത്തിൽ ഈ മന്ത്രത്തിന്റെ സത്യം മനസ്സിലാക്കാൻ കഴിയും. ഇക്കാര്യത്തിൽ നമ്മുടെ രാജ്യത്ത് വളരെ കാലമായി അനുഷ്ഠാനം നൽകപ്പെടുന്നു. ഇപ്രകാരം: 2. ശ്രീ ഗുരുഭ്യോ നമഃ. മൂലാധാരചക്രം പായുസ്ഥാനത്ത് 4 ഇതളുകളുണ്ട്. അവയിൽ ശ്രീ ഗണേശനും വല്ലഭനുമുണ്ട്. ഞാൻ അവയെ ആരാധിക്കുകയും ദിവസത്തിലെ ആദ്യത്തെ 600 ശ്വാസങ്ങളെ 600 പൂക്കളാക്കി മാറ്റുകയും ആദ്യത്തെ 6 മണിക്കൂറുകളിൽ ചെയ്യുന്ന ഗുണദോഷങ്ങൾ ഞാൻ സമർപ്പിക്കുകയും ചെയ്യുന്നു. ഹംസ സോഹം സോഹം ഹംസ. ഉപസ്ഥത്തിന് താഴെയുള്ള 6 ദളങ്ങളുള്ള സ്വാധിഷ്ഠാന ചക്രത്തിൽ ഞാൻ ശ്രീ ബ്രഹ്മാവിനെയും സരസ്വതിയെയും ആരാധിക്കുകയും അടുത്ത 6000 ശ്വാസങ്ങളെ 6000 പുഷ്പങ്ങളാക്കി മാറ്റുകയും അടുത്ത 12 മണിക്കൂറുകളിൽ ചെയ്യുന്ന ഗുണദോഷങ്ങൾ ഞാൻ സമർപ്പിക്കുകയും ചെയ്യുന്നു. ഹംസ സോഹം സോഹം ഹംസ. 10 ദളങ്ങളുള്ള മണിപുരാജലമായി മുകൾഭാഗത്ത് സന്നിഹിതയായ ശ്രീ മഹാലക്ഷ്മിയെ ഞാൻ ആരാധിക്കുന്നു. അടുത്ത 6000 ശ്വാസങ്ങളെ 6000 പുഷ്പങ്ങളായും അടുത്ത 12 മണിക്കൂറുകളിൽ ചെയ്യുന്ന ഗുണദോഷങ്ങളായും ഞാൻ സമർപ്പിക്കുന്നു. ഹൈസ് സോഹം സോഹം ഹംസ. ഹൃദയത്തിൽ 12 ഇഞ്ച് അനഗത ചക്രത്തിലിരിക്കുന്ന ശ്രീ ഭദ്രദേവർ പാർവതിയെ ഞാൻ ആരാധിക്കുന്നു. അടുത്ത 6000 ശ്വാസങ്ങളെ 6000 പുഷ്പങ്ങളായും അടുത്ത 12 മണിക്കൂറിൽ ചെയ്യുന്ന ഗുണദോഷങ്ങളായും ഞാൻ സമർപ്പിക്കുന്നു. ഹംസ സോഹം സോഹം ഹംസ. അതിനുശേഷം മുകളിൽ കണ്ട സ്ഥാനത്ത് 16 നിലകളുള്ള വിശുദ്ധി ചക്രത്തിൽ വസിക്കുന്ന ശ്രീ ജീവധാമ ലോകമയാംബികയെ ഞാൻ ആരാധിക്കുന്നു. അടുത്ത 1000 ശ്വാസങ്ങൾക്ക് 1000 പുഷ്പങ്ങളെ 1000 വഴിപാടുകളാക്കി മാറ്റുന്നു. അടുത്ത 6 മണിക്കൂറിൽ ഞാൻ ചെയ്ത പുണ്യങ്ങളും ദോഷങ്ങളും ഞാൻ സമർപ്പിക്കുന്നു. ഹംസ സോഹം സോഹം ഹംസ. പിന്നെ ബ്രഹ്മരന്ധ്ര സ്ഥാനത്ത് സഹസ്രാര ചക്രത്തിലിരിക്കുന്ന ബ്രഹ്മപരാസഖിയെ ഞാൻ വണങ്ങുന്നു. അടുത്ത 1000 പൂക്കൾ 1000 പുഷ്പങ്ങളായി ഞാൻ സമർപ്പിക്കുന്നു. തുടർന്ന് അടുത്ത 6 മണിക്കൂറിനുള്ളിൽ ചെയ്ത പാപങ്ങൾ ഞാൻ സമർപ്പിക്കുന്നു. ഹംസ സോഹം സോഹം ഹംസ. ഹംസോപനിഷത്ത് 3. ഈ അഭ്യാസം ആരെങ്കിലും തുടർന്നു ചെയ്താൽ ശരീരത്തിലുണ്ടാകുന്ന ശബ്ദങ്ങൾ തവാണികൾ കേൾക്കപ്പെടും. ഇവയാണ്: 1. സിനീനാദം, 3. സിഞ്ചിനി, 3 മണി, 4 സംഘം, 5 വീണ, 6 താളം, 7 വീണു, 8 മൃദംഗം, 9 പെരിയ, 10 മേഘനാദം. മുകളിൽ പറഞ്ഞ നാദങ്ങൾ ഇങ്ങനെ ജപിച്ചാൽ പരബ്രഹ്മ സാക്ഷാത്കാരം ലഭിക്കും. ഈ സന്ദർഭത്തിൽ 16 അധ്യായത്തിലെ കാശ്മീരാലയ യോഗയിലെ നാദങ്ങൾക്ക് സമാനമായ തുക്ത് പോലുള്ള രഹസ്യ യോഗപദങ്ങളും ശ്രദ്ധിക്കുക. കണ്ണ്. 4. ഹംസ ഉപനിഷത്ത് തുടർച്ച. ഹംസ ഹംസ എന്ന ഉച്ചാരണത്തോടെ പരമമായ പരമം എല്ലാ ജീവജാലങ്ങളിലും വ്യാപിച്ചിരിക്കുന്നു എന്നാണർത്ഥം. അത് അരണിയിലെ അഗ്നി പോലെയും എള്ളിലെ എണ്ണ പോലെയുമാണ്. അരണിയിലെ അഗ്നിയായും റവയിലെ എണ്ണയായും അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് യമനെ കീഴടക്കാം. പായദ്വാരമടയ്ക്കുക. മൂലയിൽ നിന്ന് വായു ഉയർത്തുക. സ്വാധിഷ്ഠാനത്തെ 3 തവണ പ്രദക്ഷിണം ചെയ്യുക. ശ്വാസത്തെ നിയന്ത്രിക്കുക. മണിപുര, അനാഹതം, വിശുദ്ധി, ആജ്ഞ ചക്രങ്ങളിലൂടെ കടന്നുപോവുക. ഓം എന്ന ധ്യാനത്തോടെ ബ്രഹ്മഹരന്ധ്രത്തിലിരുന്ന് സഹസ്രാര താമരയിൽ വ്യാപിച്ചിരിക്കുന്ന മഹത്വമുള്ള ശബ്ദം ജപിക്കുക. ആ ശബ്ദം ഒരു ദിവസം 21,600 തവണ ജപിക്കുന്നു. സമയം അനുവദിക്കുകയാണെങ്കിൽ മുകളിൽ സൂചിപ്പിച്ച 10 തരം ശബ്ദങ്ങൾ ഒരാൾ കേൾക്കും. അതിൽ 9ാമത്തെ ശബ്ദത്താൽ തുളച്ചുകയറേണ്ട ആദ്യ ശബ്ദം 10ാമത്തെ ശബ്ദത്തിൽ നിന്നായിരിക്കണം. ശരീരം 3ആയി മാറുന്നു. 4ാമത്തെ ശബ്ദത്തിൽ തല കുലുങ്ങുന്നു. 5ാമത്തെ ശബ്ദത്തിൽ അമൃതൊഴുകുന്നു. 6ാമത്തെ ശബ്ദത്തിൽ സൂക്ഷ്മദർശനം. 8ാമത്തേതിൽ പ്രാകൃത ആദിമശബ്ദം. 9ാമത്തേതിൽ ഭൗതിക ശരീരം കണ്ണിന് അദൃശ്യമാകുന്നു. 10ാമത്തേതിൽ പരമാത്മാവിന്റെ ദിവ്യദർശനം സംഭവിക്കുന്നു. 5. യോഗസുധാമണി ഉപനിഷത്ത്. ശ്വാസം ഹ് ആയി പുറത്തുവന്ന് സ് ആയി വരുന്നു. എല്ലാ ജീവജാലങ്ങളും അറിയാതെ തന്നെ ഈ ഹംസമന്ത്രം ഉച്ചരിക്കുന്നു. ഗുരുവിന്റെ ഉപദേശങ്ങളാൽ അത് സോഹമായി മാറുകയും സുഷുമ്നാ നാഡിയിൽ സഞ്ചരിക്കുകയും ചെയ്യുന്നു. അതിനാൽ പാശ്ചാത്യപാതയിൽ മന്ത്രിയോഗത്തിന്റെ അവസ്ഥ വർദ്ധിക്കുന്നു. ഒരു ജന്മത്തിൽ ഒരാൾക്ക് സിദ്ധി ലഭിച്ചില്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ അവർ അഭ്യാസം ഉപേക്ഷിച്ച സ്ഥലത്തുനിന്ന് ആരംഭിച്ച് പാശ്ചാത്യപാതയുടെ സ്വാധീനത്താൽ വേഗത്തിൽ വർദ്ധിക്കുന്നു. ഭഗവദ്ഗീതയിൽ യോഗപ്രസ്ഥങ്ങളെ പരാമർശിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഖരവായു ഹംസത്തെ ഉച്ചരിക്കുന്നു. സൂക്ഷ്മനാഡി ഗുരുവിന്റെ കൃപയാൽ സോഹമായി മാറുന്നു. മറ്റു ശ്രുതികളിൽ പറഞ്ഞതുപോലെ ആന്തരിക യോഗാവസ്ഥയിൽ സ്, ഹ എന്ന വ്യഞ്ജനാക്ഷരങ്ങൾ അപ്രത്യക്ഷമാവുകയും കേവലം ഓംകാരമായി നിലകൊള്ളുകയും ചെയ്യുന്നു. ഇത് പടിഞ്ഞാറൻ പാതയായതിനാൽ 8ാമത്തെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന 5 നീ നാഡി എടുക്കുക. 6. പടിഞ്ഞാറൻ പാതയുടെ കാര്യത്തിൽ ശ്രീ ജ്ഞാനേശ്വരർ യോഗപുസ്തകം പ്രണവത്തിന്റെ പടിഞ്ഞാറൻ പാതയിൽ ഒരു തിളക്കമുള്ള മഹാലിംഗമുണ്ട്. അവൻ നാദബിന്ദുവിന്റെ തിരമാലകളിൽ നിന്ന് ശുദ്ധമായ ചന്ദ്രനെയും വെള്ളത്തെയും വർഷിക്കുന്നു.
മനുഷ്യശരീരം ലഭിച്ചു. ഈ ലഘൂവന ഉപാസന ഇപ്പോൾ തന്നെ പൂർത്തിയാക്കുക. ബി. പശ്ചിമമാർഗം മുകളിലേക്ക് പോകുന്നു. ഒരു സുന്ദരിയായ സ്ത്രീ ഒറ്റയ്ക്ക് നിൽക്കുന്നു. അവൾ അവിടെയുണ്ട്. ഞാൻ എങ്ങനെ അവിടെ സമീപിക്കുമെന്ന് എനിക്കറിയില്ല. ജാഗ്രതയോടെ സുഷുമ്നയിൽ കയറിയാൽ ഒരു കണ്ണുപോലുള്ള ഒരു ദ്വാരം നിങ്ങൾ കാണും. അതിലേക്ക് പ്രവേശിക്കുക. ഉള്ളിൽ പ്രവേശിച്ച് നിങ്ങളുടെ പരമോന്നത പ്രിയതമയെ ആലിംഗനം ചെയ്യാൻ നിങ്ങൾക്ക് വലിയ വൈദഗ്ധ്യം ആവശ്യമാണ്. അതൊരു സ്ത്രീയായാലും പുരുഷനായാലും അപരിചിതനായാലും എനിക്കറിയില്ല. നിങ്ങൾ പരമാത്മാവിന്റെ കൈകളിൽ ലയിച്ചു. ഈ അജബ അഭ്യാസത്തിന്റെ ഗുണങ്ങളുടെ ശേഖരം ഇങ്ങനെ പറയാം. പൂർണ്ണ അജബ എന്ന് പറഞ്ഞിട്ട് കിഴക്കൻ മംഗം 12:3 8ാമത്തെ ചിത്രത്തിൽ നീ തിരുത്തണം. സോഹമെന്ന് പറഞ്ഞിട്ട് സൂക്ഷ്മാഭ്യാസം ചെയ്തുകൊണ്ട് പടിഞ്ഞാറൻ മാർഗം 4-5-6 നീ തിരുത്തണം. കേവലം ഓംകാരത്തിലെ സൂക്ഷ്മനാഡിയുടെ സാരാംശത്തിൽ മഹാലിംഗത്തെ ആരാധിക്കുകയും അമ്പാളിന്റെ പാദങ്ങളിൽ വണങ്ങുകയും രൂപത്തിൽ ലയിക്കുകയും വേണം.